ഹായ്, നമ്മുടെ RRB NTPC പരീക്ഷ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു എക്സാം ഡേറ്റ് ഒക്കെ എന്നൊക്കെ വരുമെന്നുള്ളൊരു ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റും കഴിഞ്ഞു. ഗ്രാജുവേറ്റ് ലെവലായാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായാലും ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് കൃത്യമായിട്ടും പഠിച്ച് ആ ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കിതൊരു നല്ലൊരു ചാൻസ് ആണ് RRB NTPC വഴി ഇന്ത്യൻ റെയിൽവേ കൊണ്ടു തന്നിരിക്കുന്നത് അല്ലേ. നല്ല റെപ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല പോസ്റ്റുകളിലേക്ക് നല്ല അത്യാവശ്യം നല്ല സാലറി സ്കെയിലിൽ ജോലി നേടി അത്യാവശ്യം സാലറി മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ അലവൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. എല്ലാവിധ സൗകര്യങ്ങളും റെയിൽവേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇനി വരുന്ന ഒരു 6 മാസമെങ്കിൽ 6 മാസം കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് ആ എല്ലാ സമയവും നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്ത് നമ്മൾ എന്ത് പഠിച്ച് മുന്നിലേക്ക് വരിക. റാങ്ക് ലിസ്റ്റിൽ വരിക. റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോലെ നമുക്ക് ജോലിയിലേക്ക് കയറാം. അപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. ആ വേക്കൻസി നോക്കുക. വേക്കൻസീസ് ചേഞ്ചസ് വരാം. ഓക്കെ, ഏകദേശം 11,000 വേക്കൻസിയാണ്. ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും കൂടെ പറയുന്നുണ്ടെങ്കിലും വേക്കൻസീസ് ചേഞ്ചസ് വരാം. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, നമുക്കുള്ള വേക്കൻസി അവിടെ ഉണ്ട്. അപ്പോൾ ആ വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതും. അപ്പോൾ ആ ജോലി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കുക. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, പ്ലാൻ ചെയ്ത് പഠിക്കുക. അവിടെ നിന്ന് കുറച്ച് ബുക്സോ നോട്ട്സോ കുറച്ച് യൂട്യൂബ് ചാനൽ വീഡിയോസോ അല്ലെങ്കിൽ ക്ലാസ്സസോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ടും പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ വേണം. അത് നന്നായിട്ട് സ്ട്രക്ചേർഡ് ആയിരിക്കണം. അതേപോലെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമ്മൾ ലാഗ് അടിച്ച് ചെയ്യുന്ന കാര്യങ്ങളാവരുത്. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് നേടിയെടുക്കുക എന്നുള്ള കാര്യം തന്നെ എന്ത് ചെയ്യുക, മനസ്സിൽ ഉറച്ച് മുന്നോട്ട് പോകുക കേട്ടോ. ആ ഒരു വിൽ പവർ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ NTPC നിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ആ ജോലി നേടാൻ പറ്റും. നന്നായിട്ട് ശ്രമിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാരാണ്. നമ്മൾ ട്രിവാൻഡ്രത്താണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് അപ്ലൈ ചെയ്യാം. ജമ്മു കാശ്മീരിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് അപ്ലൈ ചെയ്യാം. ആർക്കും എവിടെ വേണോ അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മത്സരം എപ്പോഴും കേരളത്തിലുള്ള ആൾക്കാരോട് മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാരോടായിരിക്കും എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളും മാറി അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. കേരളത്തിലുള്ള നമ്മളും മറ്റുള്ള RRB ചൂസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരുമായിട്ടും പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുമായിട്ടും മത്സരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് പൊരുതി മുന്നോട്ട് വരാൻ വേണം. അതിനുവേണ്ടി നമുക്ക് സെൽഫായിട്ട് നമ്മുടെ ഒരു വിൽ പവർ പോലെ നമ്മുടെ പ്ലാനിങ് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി, അത് എൻ്റെ കൺവീനിയൻസിന് എൻ്റെ സൗകര്യത്തിന് എൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും സെൽഫായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റാത്ത പ്ലാനിങ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം പ്ലാനിങ്ങിൻ്റെ 2ാമത്തെ ദിവസം തന്നെ നമ്മൾ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പ്ലാൻ അവിടെ ഇട്ടിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്ലാനിങ്ങിൽ അവിടെ ഉൾപ്പെടുത്തുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാ ദിവസവും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത് മാത്രമാണ് ഈ പ്ലാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വീഴ്ച വരുത്താൻ പാടില്ല. അതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് RRB NTPC എന്ന് പറയുന്ന പരീക്ഷയാണ് മുന്നിലുള്ളത്. നമ്മുടെ RRB NTPC ഇന്ത്യൻ റെയിൽവേയിൽ നമുക്ക് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന ആ ഒരു എക്സാമാണ് മുന്നിലുള്ളത്. CBT 1 ഉണ്ടാവും, CBT 2 ഉണ്ടാവും. അതുപോലെ ഒരു CBATO പിന്നെ ഒരു സ്കിൽ ടെസ്റ്റോ ഉണ്ടാവും. അത് എല്ലാത്തിനുമില്ല. CBAT ഏതിന് മാത്രമേ ഉള്ളൂ? സ്റ്റേഷൻ മാസ്റ്റർ പറയുന്ന പോസ്റ്റിന് മാത്രമേ നമുക്ക് എന്തുള്ളൂ, CBAT ഉള്ളൂ. അതുപോലെ ടൈപ്പിസ്റ്റ് പോസ്റ്റ് വരുന്ന ഈ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് അങ്ങനെ വരുന്ന പോസ്റ്റുകൾക്ക് എന്തായിരിക്കും, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. അത് അതിൻ്റെ ആ വരുന്ന പോസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മെജോറിറ്റി പോസ്റ്റുകൾക്ക് എന്തില്ല, CBATO സ്കിൽ ടെസ്റ്റോ ഇല്ല. CBT 1ഉം CBT 2ഉം നമുക്ക് വേണ്ടി. CBT 1 ജസ്റ്റ് പ്രിലിംസും CBT 2ന്റെ മാർക്കിനനുസരിച്ചാണ് നമുക്ക് അടുത്ത ഘട്ടങ്ങളായ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കലും ഒക്കെ പോകുന്നത്. ഇനി CBAT ഉള്ളതാണെങ്കിൽ, ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിനാണെങ്കിൽ 70-30 എന്നുള്ള രീതിക്കാണ് അവിടുത്തെ റേഷ്യോ വരുന്നത്. 30% മാർക്ക് CBAT നിന്ന് എടുക്കും, 70% മാർക്ക് CBT 2 എന്ന് എടുക്കും. സ്കിൽ ടെസ്റ്റ് ഉള്ളത് അത് എടുക്കത്തില്ല, CBT 2 തന്നെയാണ് ബേസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് പാസ്സായാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. സ്കിൽ ടെസ്റ്റ്, അതായത് ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, 30 വേർഡ് പെർ മിനിറ്റ് ആ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഘട്ടം, ഈ ഒരു എന്താ പറയുക, സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ജോലി നേടാനായിട്ട്. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് CBT 1ഉം CBT 2ഉം ആണ്. പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത്? QA പഠിക്കണം, റീസണിങ് പഠിക്കണം. അതുപോലെ എന്താ വേണ്ടത്, GK GS നമുക്ക് വേണം. ജനറൽ അവയർനെസ് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്ത് പഠിക്കണം. CBT 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 30 മാർക്ക് QA ഉണ്ടാവും, 30 മാർക്ക് റീസണിങ് ഉണ്ടാവും, ഒരു 40 മാർക്ക്, അങ്ങനെ മൊത്തം 100 മാർക്കിനായിരിക്കും CBT 1 നടക്കുക.
ഇനി CBT 2ലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല, ക്വസ്റ്റ്യൻ നമ്പർ മാത്രമായിരിക്കും ചെറിയ വേരിയേഷൻ വരുന്നത്. 35 അപ്പോൾ 70 70 50 120 120 മാർക്കിനായിരിക്കും എന്തെന്ന് പറയുന്നത് CBT 2 നടക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ക്ലിയർ ചെയ്യണം. ഏകദേശം ഈ 100 എന്ന് പറയുന്നത് ലാസ്റ്റ് ഓരോ RRBക്ക് അനുസരിച്ചും അതുപോലെ ഓരോ പോസ്റ്റിനനുസരിച്ചും കട്ട് ഓഫ് വ്യത്യാസം വരും. ലാസ്റ്റ് വന്നിട്ടുള്ള 2019 നടന്നിട്ടുള്ള വിളിച്ച പരീക്ഷയിൽ NTPC പരീക്ഷയിൽ വന്നിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ഏകദേശം 80 എന്തുമാണ് CBT 1ന്റെ 80 എബോ ആണ് കേട്ടോ. അതേ കട്ട് ഓഫ് തന്നെ ഒരു 95 നിയറസ്റ്റ് ആയിട്ട് ഏതിനകത്തും വരും, നമ്മുടെ CBT 2നകത്തും വരും. അപ്പം നമ്മുടെ എയിം എന്ന് പറയുന്നത് CBT 1ന് ഒരു 80 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യുക, ഇവിടെ ഒരു 95 മാർക്കിന് മുകളിലേക്ക് CBT 2ന് സ്കോർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം 60 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്ക് എന്ന് പറയുന്ന ആ 2 റീജിയൻ നിങ്ങൾ നോക്കുക. അത് ഏതാണ്? QAയും റീസണിങ്ങും ചേർന്ന് വരുന്ന റീജിയനാണ്. ആ 70 മാർക്കിനുള്ള ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ QAയും റീസണിങ്ങിനും ചേർന്നുള്ള റീജിയനാണ് അല്ലേ. ആ QA അല്ലെങ്കിൽ റീസണിങ് നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്ത് 3 hour all day എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്തുറപ്പിക്കുക. അത് ചെയ്ത് പഠിക്കാൻ പറഞ്ഞതിന് കാരണം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് എന്തായിരിക്കും, നമ്മൾ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്ന എന്തായിരിക്കും ടൈമിങ് കുറച്ച് മതിയായിരിക്കും. നമ്മളിപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോക്ക് നമ്മുടെ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, ഒരു തവണ ചെയ്തു, ഓക്കെ. വീണ്ടും നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒരു കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരാം. അങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് എന്തായിരിക്കും, ഈ ചെയ്യേണ്ട സമയം കുറഞ്ഞു വരും. ആ ക്വസ്റ്റ്യൻ പിന്നെ നമ്മൾ ജന്മത്തിൽ മറക്കത്തില്ല. അങ്ങനെ ചെയ്ത് പഠിക്കുക കേട്ടോ. രണ്ടാമത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ PYQ ആണ്. PYQ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെയും വെയിറ്റേജ് അറിയാൻ പറ്റും. ഏത് മേഖലകളാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, ഏത് മേഖലകളാണ് ക്വസ്റ്റ്യന്റെ ഫീൽഡ് മുമ്പ് ചോദിച്ചിട്ടുള്ളത് ഏതെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ PYQ എന്ന് പറയുന്നത് നമ്മുടെ NTPCയുടെ 2019 ചോദിച്ച PYQ മാത്രമല്ല, അത് നമുക്ക് വേണം. അത് 2019 ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് 5 വർഷമാവും. ഇത് 5ാമത്തെ വർഷം അല്ലേ. 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ NTPC ഒക്കെ വീണ്ടും വിളിച്ചത്. റെയിൽവേയുടെ ഏതൊരു എക്സാം വിളിച്ചിരിക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് റീസെന്റ് ആയിട്ട് നടന്ന റെയിൽവേ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടും? ഉണ്ട്. ഏതാ? നമ്മുടെ JEE RRB JEE ഇതിന് മുന്നേ നടക്കും, ഡിസംബറിൽ നടക്കും. അതുപോലെ ALP ഉണ്ട്, അതുപോലെ ടെക്നീഷ്യൻ RRB ടെക്നീഷ്യൻ നടക്കും, അതുപോലെ RPFന്റെ എക്സാം നടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പാരാമെഡിക്കലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയകത്ത് GK ആയാലും നമ്മുടെ റീസണിങ് മാത്സ് ആയാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലകളാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് NTPCയുടെ 2019 ക്വസ്റ്റ്യൻ നമുക്ക് വേണം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മസ്റ്റായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്ന 2024 നടന്ന പരീക്ഷകൾ. 2024 എന്തായാലും NTPC നടക്കുമ്പോൾ ഈ പരീക്ഷകളെല്ലാം നടക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി അതിന്റെ വെയിറ്റേജ്, ക്വസ്റ്റ്യൻ ഫീൽഡ്, അതിന്റെ ഒരു അനാലിസിസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പൂർണ്ണമായിട്ടും അതിന്റെ ഒരു അനാലിസിസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് 2 സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം ടൈം ഡിവിഷൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണ്. നമുക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ജോലിക്ക് പോകുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പം നമുക്ക് സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പം ഇപ്പോൾ ഞാനൊരു 10 മണിക്കൂർ കഴിഞ്ഞാൽ 10 മണിക്കൂറൊന്നും പഠിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം എത്രയാണ്, അത് എത്ര സമയമായാലും അവിടെ മസ്റ്റായിട്ടും എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമെന്നുള്ള ആ ഒരു കാര്യം ഉറപ്പായിരിക്കണം കേട്ടോ. ആ ടൈം ഡിവിഷൻ അത് എത്ര ആയിക്കോട്ടെ, നമുക്ക് എത്ര വേണോ ആയിക്കോട്ടെ, ആ ഒരു സമയം ഡിവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വർക്കിംഗ് പ്രൊഫഷണൽ ആയാലും പഠിക്കുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒരു 5 AM തൊട്ട് ഒരു 7 AM വരെയുള്ള സമയം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. 2 മണിക്കൂർ അവിടെ കിട്ടും. രാത്രി ക്ഷീണം ഉണ്ടാവാം, പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവാം, കുഞ്ഞുങ്ങളുണ്ടാവാം. അപ്പോൾ
പക്ഷെ നമ്മൾ ഈ ഒരു 6 മാസം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പഠനമാണ് പ്രധാനം. അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മതി, കുറച്ച് ദിവസത്തേക്ക് നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടാൻ പോകുന്ന ആ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ. ഇത്രയും നമ്മളെ ടെൻഷൻ്റെയും നമ്മൾ ഈ പറഞ്ഞ കഷ്ടപ്പാടിൻ്റെ എല്ലാം റിസൾട്ട് അത് നമുക്ക് നല്ലൊരു ലൈഫാണ്, നല്ലൊരു എന്താ പറയുക നമ്മുടെ ജീവിതം സെറ്റാവും. ജോലി ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, എന്താണ് സാലറി കിട്ടുന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആ ട്രെയിൻ മാനേജർ അത് അത്യാവശ്യം നമുക്ക് ജോലിയുള്ള വർക്ക് ലോഡ് ഉള്ള പോസ്റ്റാണ്. പക്ഷേ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ സാലറി നമ്മൾ സാലറി സ്ലിപ്പ് വെച്ച് നമ്മൾ ചെയ്തതാണ് അല്ലേ. ഏകദേശം 1 ലക്ഷത്തിന് മുകളിലാണ് സാലറി വാങ്ങുന്നത്. അതുപോലെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളെല്ലാം ലെവൽ 6ഉം 5ഉം പോസ്റ്റുകളെല്ലാം അത്യാവശ്യം 50,000 60,000 മുകളിൽ സാലറി കിട്ടാറുണ്ട്. അലവൻസും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും ഇതിന് മുകളിൽ പോകും. ഓരോ വർഷവും റെയിൽവേയിൽ ഇൻക്രിമെന്റ് ഉണ്ട്, പ്രൊമോഷൻ ബേസ് അല്ല, ഓരോ വർഷവും സാലറി ഇൻക്രിമെന്റ് ഉണ്ട്. ഇപ്പോൾ DA ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു സാലറി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുക. നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ആ ജോലി നേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടാൻ പോകും, നമ്മളിപ്പോൾ പെടുന്ന കഷ്ടപ്പാട് അപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ കഷ്ടപ്പെട്ട് പഠിച്ചതിന് നമുക്കൊരു ഗുണം ഉണ്ടാവും, ആ ഒരു കാര്യം ഉണ്ടാവാം. അതിനനുസരിച്ച് നിങ്ങളുടെ സമയം നോക്കുക. രാത്രി ഒരു 9 PM ശേഷം ഒരു 12 മണി വരെ, അതിനപ്പുറത്തേക്ക് പഠിക്കാനിരിക്കരുത് കേട്ടോ. 12 മണി വരെ പഠിക്കാനിരിക്കരുത്. കാരണം നിങ്ങൾ രാവിലെ എണീക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത് ഉറങ്ങാനുള്ള സമയം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മൾ റെസ്റ്റ് വേണം, അത്യാവശ്യം റെസ്റ്റ് നമുക്ക് വേണം. ഈ പറഞ്ഞ ഒരു സമയമെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത് വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ കാര്യം കേട്ടോ. ഇത് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള. ബാക്കിയുള്ളവർ നിങ്ങളുടെ ടൈം അനുസരിച്ച് എന്ത് ചെയ്യുക. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഞാൻ ചുമന്ന ലെറ്ററിൽ തന്നെ എഴുതാം. റെസ്റ്റ്, ഫുഡ്, എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ, ഈ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോരുത്. ഇത് ഉറപ്പായിട്ട് നമുക്ക് വേണം. ഇതൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകും, നമുക്ക് ക്ഷീണം വന്നാൽ പഠിക്കാൻ പറ്റില്ല, പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടായിരിക്കുക. PYQ പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സിലബസ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. സിലബസ് കംപ്ലീറ്റ് ആക്കണം. ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ വേർഡ്സ് ആണോ ആ വേർഡ്സ് എല്ലാം നമ്മൾ പഠിച്ചു, നമ്മൾ ഉറപ്പെടുത്തുക. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. കാരണം സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് നമുക്ക് കൂടും, ഉറപ്പായിട്ടും കൂടും. അപ്പോൾ സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കണം. 5ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കിലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഈ ഒരു രീതി, ഇത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. PYQ നമുക്ക് കിട്ടും. PYQ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിന് അതിപ്പോൾ കിട്ടത്തില്ല. ഇപ്പോൾ നവംബർ തൊട്ട്, ഈ മാസം തൊട്ട് നമുക്ക് റെയിൽവേ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LP ഉണ്ട്, പിന്നെ ടെക്നീഷ്യൻ, JEE വരുമ്പോൾ ഡിസംബറിൽ, പിന്നെ RPF ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആകുമ്പോൾ ഇപ്പോൾ ഏകദേശം നവംബർ ഡിസംബർ ആകുമ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ, റീസെന്റ് 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും അല്ലേ. അതുപോലെ NTPCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ, അവൈലബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ, ബ്ലോഗിൽ തന്നെ അവൈലബിൾ ഉണ്ട് കേട്ടോ. NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ADA 247 അടിച്ചു നോക്കുക. നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ PDF കിട്ടും, അതിൻ്റെ സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സംഭവമാണ് കേട്ടോ. അല്ല വെറും ക്വസ്റ്റ്യൻ മാത്രമല്ല, ക്വസ്റ്റ്യൻ പ്ലസ് അതിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ ടൈം ഡിവിഷൻ, ഈ ടൈമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയത്, അതും കൂടെ ശ്രദ്ധിച്ചോളുക. ഞാൻ പറഞ്ഞ കാര്യം റെസ്റ്റ്, ഫുഡ്, വാട്ടർ, അത് മസ്റ്റ് ആയിരിക്കണം കേട്ടോ, അത് ഒഴിവാക്കരുത്. പിന്നെ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. വീക്ക്ലി മോക്ക് ടെസ്റ്റ് നോക്കുക. വീക്ക്ലി നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാവും കേട്ടോ, ഉറപ്പായിട്ടും സെറ്റാവും. അപ്പോൾ ചെയ്തേക്കുക. ഇത് നിങ്ങളുടെ രീതിക്ക് നിങ്ങളത് പ്ലാൻ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കണം. ഇതിനനുസരിച്ച് നോക്കണം എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, എവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, നമുക്ക് എന്താണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നേടാൻ പറ്റുന്നത്, ആ അച്ചീവ്മെൻറ്റ്, ആ ഗോൾ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. നമ്മുടെ ലൈഫ് സെറ്റാണ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ലൈഫ് സെറ്റാണ്, സമൂഹത്തിൽ നിലയും വിലയും എല്ലാം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ഉണ്ട്. കോഴ്സസ് അവൈലബിൾ ആണ്. NTPCയുടെ കോഴ്സ് അവൈലബിൾ ആണ്. NTPCയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ADA 247 സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലേക്കോ വരിക. ആപ്പിലേക്ക് വന്നിട്ട് ഈ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിൽ വരിക. ഓക്കെ. നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ, കുറച്ച് ഇതാവുന്നുണ്ട്.
ഓക്കെ, ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ എടുക്കുക, സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, കേരള സ്റ്റേറ്റ് എടുക്കുക, അവിടെ കേരള റെയിൽവേ എന്നുള്ള സെക്ഷനിലേക്ക് വരിക. അവിടെ കണ്ടോ നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ ദീപാവലി ഓഫറായിട്ട് ഡബിൾ വാലിഡിറ്റി ഉണ്ട്, അതുപോലെ 27% ഡിസ്കൗണ്ട് കേട്ടോ. ഡബിൾ വാലിഡിറ്റിയും 27% ഡിസ്കൗണ്ടുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 27% ഡിസ്കൗണ്ടും ഉണ്ട്, അതുപോലെ ഡബിൾ വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഞാൻ കാണിച്ചു തരാം. ബൈ നൗ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേനും ഇവിടെ കണ്ടോ, ഇതാ ഇവിടെ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യാൻ പറ്റും. Y907 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 2141 രൂപ സ്പെൻഡ് ചെയ്ത ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. 1 വർഷത്തേക്ക് വാലിഡിറ്റിയും കൂടെ, അതിൻ്റെ കൂട്ടത്തിലൊരു ഓഫറും കൂടെ ഉണ്ട്. നമ്മുടെ DTP എന്ന് പറഞ്ഞ ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പറിൻ്റെ ഒരു ബുക്ക്ലെറ്റും കൂടെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. ഒരു പ്രിന്റഡ് ബുക്കാണ്. അതെന്താ ഞാൻ കാണിച്ചു തരാം, ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പർ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഒരു PYQ ബുക്ക്ലെറ്റ് അത് പ്രിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്, അത് ഉടനെ പബ്ലിഷ് ചെയ്യും. അത് നമ്മുടെ സ്റ്റോറിലേക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. PYQ വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അത് പ്രിന്റഡ് ബുക്കാണ്, അതും നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരള റെയിൽവേയിൽ വന്നതിന് ശേഷം ഏറ്റവും താഴത്തെ സെക്ഷനിൽ വരും, ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 240 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടും. ഇതിനകത്ത് 20 മോക്ക് ടെസ്റ്റ് ഉണ്ട്. 20 മോക്ക് ടെസ്റ്റ് മോക്ക് ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പറാണ്. ഓൾ ഇന്ത്യ ലെവലിലുള്ള സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മുടെ മാർക്ക് എത്രയാണ്, നമ്മുടെ നിലവാരം എത്രയാണെന്ന് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇൻഡെക്സ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, 20 ടെസ്റ്റ് പേപ്പർ, അതിൻ്റെ ആൻസർ കീ, പിന്നെ അതിൻ്റെ ഫുൾ സൊല്യൂഷൻ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങളെടുത്ത സമയം എത്രയാണ്, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആക്ച്വലി എത്ര സമയം എടുക്കാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. 20 ടെസ്റ്റ് പേപ്പേഴ്സാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അതായത് ഒരു ഡിജിറ്റൽ ടൂളുണ്ട് നിങ്ങളുടെ കയ്യിൽ. നമ്മുടെ നിലവാരം നോക്കാനും നമുക്ക് അനാലിസിസ് ചെയ്യാനും പറ്റിയ ടൂളാണ് ഈ ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പർ. അത് ആ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 240 രൂപ കൊടുത്തത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റാങ്ക് ഫയൽ 358 രൂപയ്ക്കാണ്. ഫുൾ സിലബസ് കവറേജ് ഉള്ള QA റീസണിങ് GK കേട്ടോ. അപ്പോൾ നോക്കിയേക്കുക. പിന്നെ നമ്മുടെ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ് GK GS വേണ്ടിയിട്ട് ഒരു ബുക്കുണ്ട്. ആ ബുക്കും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് നമ്മുടെ SSCക്ക് അകത്ത് കിടക്കും കേട്ടോ. സ്റ്റേറ്റ് എക്സാംസിൽ വന്നിട്ട് കേരള സ്റ്റേറ്റ് എടുക്കുക. കേരള സ്റ്റേറ്റിൽ SSC കേരള എന്നുള്ളതിനകത്ത് ഫസ്റ്റ് വന്നിട്ടുള്ള സാധനം 173 രൂപയ്ക്ക് GK കംപ്ലീറ്റ്, അതായത് നമ്മുടെ GK GS വരുന്ന ടോപ്പിക് എല്ലാം കിട്ടും. അപ്പോൾ പഠിക്കാനുള്ള ടൂൾസായി, പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ടൂൾസ് നമ്മുടെ മനസ്സിലുള്ള കാര്യം ഒന്ന് ഓർത്തേക്കുക. അതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ DTP എന്ന് പറയുന്നത്, ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പർ ബുക്ക് എന്ന് പറയുന്നത്. 240 രൂപയ്ക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇനി റാങ്ക് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കാം, 358 രൂപ. ഇനി GK GS പഠിക്കുന്ന ബുക്കാണെന്നുണ്ടെങ്കിൽ 173 രൂപയ്ക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 2141 രൂപയ്ക്ക് NTPC കോഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഓർത്തേക്കുക. നമുക്ക് ഓക്കെ, ഇത്രയും കാര്യം. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു, എന്ത് സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞു തന്നു, പഠിക്കാനുള്ള ടൂൾസ് അവിടെ കിട്ടുമെന്നും പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം യൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. നമുക്ക് വീണ്ടും സെഷൻസുമായിട്ട് കാണാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. എല്ലാ ദിവസവും കണ്ടന്റ്, നമ്മുടെ QA ആയാലും റീസണിങ്ങിൻ്റെ ആയാലും കണ്ടന്റ് ലെവലുള്ള ക്ലാസ്സസ് ഇതിനകത്ത് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.